ഏവർക്കും ആഗതമാകുന്ന ക്രിസ്മസ് മംഗളാശംസകൾ നേരുന്നു. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്തുമസിനെ വരവേൽക്കുവാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ക്രിസ്തു സഭയായ നമ്മൾ ഒരു മഹത്വ വ്യക്തിയെ ഓർമ്മിക്കേണ്ടതുണ്ട്. സ്നാപക യോഹന്നാൻ. യേശുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി യേശുവിന്റെ മുമ്പേ നടന്നവൻ, ഇതിനുവേണ്ടി ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവൻ, യേശുവിന്റെ സവിധത്തിലേക്ക് എല്ലാവരെയും നയിക്കുവാൻ വേണ്ടി സ്വന്തം ജീവിതം യത്നിച്ചവൻ. ഒരു കഥ ഇങ്ങനെയാകുന്നു. ഒരു രാജാവ് മൂശാരിയോട് മണിയുണ്ടാക്കുവാൻ വേണ്ടി പറഞ്ഞു. മണിയുണ്ടാക്കി കഴിഞ്ഞു, എങ്കിലും ശബ്ദം ശരിയാകുന്നില്ല. ഒരു അവസാന പരീക്ഷണത്തിനുകൂടി രാജാവ് ഉത്തരവിറങ്ങി. ഇപ്രാവശ്യം ശരിയായില്ലെങ്കിൽ വധശിക്ഷയാണ്. ഇതറിഞ്ഞ മൂശാരിയുടെ കൊച്ചുമകൾ പ്രതിവിധി തേടി ഒരു സന്യാസിയുടെ അടുക്കലെത്തി. സന്യാസി പറഞ്ഞു, ശബ്ദം ശരിയാകണമെങ്കിൽ അഴക് കൂടി ചേരണമെന്ന്. ഇത് കേട്ട അവൾ പിതാവ് ഒരുക്കിക്കൊണ്ടിരുന്ന ലോഹക്കൂട്ടിലേക്ക് എടുത്തുചാടി. അയാൾക്ക് അവളെ രക്ഷിക്കാനായില്ല. എങ്കിലും ആ മണിയുടെ ശബ്ദം ഇമ്പമുള്ളതായി മാറി. യോഹന്നാന്റെ അഴക് മരുഭൂമിയുടെ ചൂടിൽ ഉരുക്കി വാർത്തപ്പോൾ ഈശോയുടെ ഓരോ വാക്കിനും ഇമ്പം കൂടുകയാണ് ചെയ്തത്. ഇതുപോലുള്ള ഓരോ മഹത്വപൂർണമായ കാര്യങ്ങളുടെ പിന്നിലും പലരുടെയും ആത്മസമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും കഥകളുണ്ടെന്ന ചിന്തയാകട്ടെ നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസിനുള്ള ഒരുക്കം. നന്ദി. ജയ് ക്രൈസ്റ്റ്. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻമേരി ഷാജൻ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഉണ്ണീശോയെ വരവേൽക്കുവാനായി ഒരുങ്ങുന്ന നമുക്ക് 12ാം ദിവസമായ ഇന്ന് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട വചനങ്ങൾ കണ്ടുപിടിച്ചാലോ? അതോടൊപ്പം തന്നെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നു. ജയ് ക്രൈസ്റ്റ്.